ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോ പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ടിപ്സാണ്. ഈ ടിപ്സ് ഉപയോഗിച്ച് നമ്മൾ ബാറ്ററി സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ ടിപ്സ് ഒരു 9 ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബാറ്ററി സേവേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്യാണ് വേണ്ടത്. അതായത് ബാറ്ററി സേവേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബാറ്ററി സേവ് ആകുന്നതിന് പകരം കൂടുതൽ ഡ്രെയിൻ ആവുകയാണ് ചെയ്യുന്നത്. അതായത് ബാറ്ററി സേവേഴ്സൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ ആപ്ലിക്കേഷൻസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം ആപ്ലിക്കേഷനൊക്കെ ഒഴിവാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ തന്നെ ഒഴിവാക്കി പിന്നെ റീഓപ്പൺ ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ബാറ്ററി സേവ് ആകുന്നതിന് പകരം കൂടുതൽ ഉപയോഗിക്കുകയും നമ്മളെ ബാറ്ററി പെട്ടെന്ന് തീരുകയും ബാറ്ററിക്ക് കേടുകളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടാവുകയൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ബാറ്ററി സേവേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസും അങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെ ഇപ്പോൾ തന്നെ ഒഴിവാക്കണം. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷനാണ്. നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷൻ കാണാം. ഇത്തരത്തിലുള്ള ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷന് ഒഴിവാക്കണം. കാരണം ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഒരു സെൻസർ നമ്മളെ പുറത്ത് ലൈറ്റ് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് സെൻസർ വർക്ക് ചെയ്യും, പിന്നെ നമ്മളെ ബ്രൈറ്റ്നസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നതോടെ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പുറത്ത് പോകുമ്പോൾ ബാറ്ററി മാനുവലായിട്ട് നമ്മളെ ബ്രൈറ്റ്നസ് കൂട്ടിയിടുകയും പിന്നെ നമ്മൾ ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബാറ്ററി ഈ ബ്രൈറ്റ്നസ് കുറച്ചിടുകയൊക്കെ ചെയ്യാം. നമുക്ക് മാനുവലായിട്ട് ചെയ്യേണ്ടത്. ഈ ഓട്ടോ ബ്രൈറ്റ്നസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ അധികം വൈഫൈ ബ്ലൂടൂത്തും ഒക്കെ നമ്മുടെ ഫോണിൽ ഓണായി കിടക്കും. ഇത്തരത്തിലുള്ള വൈഫൈ ബ്ലൂടൂത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഓഫ് ചെയ്യുക. നമ്മൾ ഉപയോഗം കഴിയുമ്പോഴേ തന്നെ ഓഫ് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ ഓണായി കിടക്കുന്നത് GPS ആണ്. നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ GPS ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണെങ്കിൽ അത് അന്നേരം തന്നെ ഓണാവും. പിന്നെ അത് ഓഫാക്കാൻ നമ്മൾ മാനുവലായിട്ട് ഓഫാക്കാതെ ഓട്ടോമാറ്റിക്കായി ആവില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള GPS വൈഫൈ ബ്ലൂടൂത്തൊക്കെ നമ്മൾ ഓണായി ഉപയോഗം കഴിയുമ്പോൾ തന്നെ ഓഫാക്കുക. ഇത് വളരെയധികം ബാറ്ററി സേവ് ചെയ്യാൻ ഇതും വളരെയധികം ഉപകാരപ്പെടും. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകും. റീസെൻ്റ് ആപ്സിൽ നമ്മൾ ധാരാളം ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകും. വാട്സപ്പ്, ഫേസ്ബുക്ക് പോലത്തെ, ഇൻസ്റ്റാഗ്രാം പോലത്തെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസും പിന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഡെയിലി ഒരു തവണ ഒക്കെ മാത്രം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകും. ഇത്തരത്തിൽ ഡെയിലി ഒരു തവണയും ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ റീസെൻ്റ് നിന്ന് ഒഴിവാക്കുക. പകരം നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും റിമൂവ് ചെയ്യരുത്. നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും റിമൂവ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ പിന്നെയും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. ആ ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെയും പ്രോസസ്സ് നടന്ന് ബാറ്ററി പിന്നെയും ഡ്രെയിൻ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് മാത്രം ഒഴിവാക്കിയിടുക. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ലൈവ് വാൾപേപ്പേഴ്സ്, അങ്ങനത്തെ വാൾപേപ്പേഴ്സ്, വിഡ്ജറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ആനിമേഷൻസൊക്കെ ഒഴിവാക്കിയിടുക. നമ്മളെ ഫോണിൻ്റെ വാൾപേപ്പർ ലൈവ് സ്റ്റൈലാക്കി കൊടുക്കുമ്പോൾ നമ്മളെ ബാറ്ററി പെട്ടെന്ന് തീരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലൈവ് വാൾപേപ്പേഴ്സും പിന്നെ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത വിഡ്ജറ്റ്സും ഒക്കെ നമ്മളിപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ യൂസ്ലെസ് നോട്ടിഫിക്കേഷൻസ്, അതായത് നമുക്ക് ഒരു ഉപകാരമില്ലാത്ത പല ആപ്ലിക്കേഷൻസൊക്കെ ഒരു ഉപകാരമില്ലാത്ത നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യും. അങ്ങനത്തെ നോട്ടിഫിക്കേഷൻസൊക്കെ നമ്മൾ ഒന്നെങ്കിൽ ആപ്ലിക്കേഷനിലെ സെറ്റിങ്സ് പോയി ഓഫാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ആപ്സ് എന്ന ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്താൽ നോട്ടിഫിക്കേഷൻ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ സിസ്റ്റം ആപ്സും പിന്നെ അല്ലാത്ത ആപ്ലിക്കേഷൻസും ഒക്കെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ഈ കമ്പനീസ് അപ്ഡേറ്റ് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർസിലൊക്കെ ബഗ്ഗുകളും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഒപ്റ്റിമൈസേഷനൊക്കെ കൂട്ടിക്കൊണ്ടാണ് ഇവർ അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവരുന്ന അപ്ഡേറ്റ് നമ്മൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവുന്ന ഒരു അവസ്ഥ ഒഴിവായി കിട്ടും. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ സിങ്കിങ് ആണ്. അതായത് നമ്മളെ അക്കൗണ്ട് സിങ്കിങ്, അതായത് നമ്മൾ ഒരു കോൺടാക്ട്സ് ഒക്കെ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ആവുന്ന ഒരു ഓപ്ഷനാണ് ഈ സിങ്കിങ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത കലണ്ടറിലെ റിമൈൻഡേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിങ്ക് ആവുന്നതോടെ നമുക്ക് ഈ സിങ്കിങ് ഓണാക്കി വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിന് പകരം ഇത്തരത്തിലുള്ള കലണ്ടർ പോലത്തെ കാര്യങ്ങളൊക്കെ സിങ്കിങ് ഒഴിവാക്കിയിടുക. അതിനായിട്ട് നമുക്ക് സെറ്റിങ്സിൽ അക്കൗണ്ട്സിൽ സിങ്ക് എന്ന ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് ഇത് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ അത് ഒഴിവാക്കിയിടുക. എങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഫോട്ടോ ആയിട്ട് സ്ക്രീൻഷോട്ട് കൊടുക്കാം.
പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ സിസ്റ്റം പവർ സേവിങ് മോഡ്, അതായത് നമ്മളെ എല്ലാ ഫോണിലും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും സിസ്റ്റത്തിൻ്റെ ഒരു പവർ സേവിങ് മോഡ്, അൾട്രാ പവർ സേവിങ് മോഡ് എന്നൊക്കെ പറഞ്ഞ് പവർ സേവിങ് മോഡ് ഉണ്ടാവും. നമുക്ക് അങ്ങനത്തെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ അത്തരത്തിലുള്ള പവർ സേവിങ് മോഡ് ഓണാക്കി, അതായത് പവർ സേവിങ് മോഡ് ഓണാക്കി ഇട്ടാൽ ബാക്ക്ഗ്രൗണ്ടിൽ അധികമായി പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻസ് അങ്ങനത്തെ ഇതൊക്കെ പ്രവർത്തിക്കാതാവുകയും ഇത്തരത്തിലുള്ള പവർ സേവിങ് മോഡ് നമ്മുടെ ബാറ്ററി വളരെയധികം സേവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. നമ്മൾ പുറത്തുനിന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന പകരം സിസ്റ്റത്തിൽ തന്നെയുള്ള പവർ സേവിങ് മോഡ് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ 9 ടിപ്സ് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ സ്ക്രീൻ ടൈം 2 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനെ ടൈം സെറ്റ് ചെയ്യുന്നത് അതൊക്കെ കുറച്ചിടുക. അങ്ങനത്തെ ധാരാളം ചെറിയ ടിപ്സൊക്കെ ഈ നമ്മളെ ബാറ്ററി സേവിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും.